ഡൈൻമ ലൈഫുമായിട്ടാണ്. ഡൈൻമ ലൈഫ് അല്ല, സോറി, ഞാൻ വന്നിരിക്കുന്ന ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അകത്തേക്ക് പോകാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ഡൈൻമ ലൈഫുമായിട്ടാണ്. ഡൈൻമ ലൈഫ് അല്ല, സോറി, ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാധാരണ ഒരു 2 നില വാർപ്പിൻ്റെ വീടാണ്. അതിൻ്റെ ചെറിയൊരു ഹോം ടൂർ ചെയ്യാമെന്ന് കരുതിയിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ കണ്ണൂരുകാരാണ് കേട്ടോ. അപ്പോൾ കണ്ണൂർ ചെറിയൊരു കുറച്ച് ഉള്ളോട്ടുള്ളൊരു ഗ്രാമത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. ചക്രക്കല്ല് മുഴപ്പാല എന്ന് പറയും. ഞങ്ങളെ വീട്ടിലേക്ക് വരുന്ന എൻട്രൻസ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ റോഡ് അവസാനിക്കുന്നത് വയലിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ വഴിയാണ് ഞങ്ങൾക്ക് ടൗണിലേക്ക് പോകാനായിട്ട്. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടാവും. അപ്പോൾ നമുക്കിനി വീട്ടിൻ്റെ അകത്തേക്ക് പോകാം. അപ്പോൾ ഞങ്ങളുടെ വീട് വരുന്നത് ഇതുപോലെയാണ്. അവിടെ മാമൻ്റെ വീടാണ് കേട്ടോ, അമ്മയുടെ ആങ്ങളയുടെ വീടാണ്. അപ്പോൾ ഞങ്ങളുടെ ഷോർട്സൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ 2 വീട് അടുത്തടുത്തായിട്ടാണ് വരുന്നത്. 2 മുറ്റായിട്ടാണ് കേട്ടോ. 2 വീടും അടുത്തടുത്തായിട്ടാണ് വരുന്നത്. അപ്പം നമുക്കിനി അകത്തേക്ക് കയറാം. അപ്പം ഞങ്ങൾ അകത്തേക്ക് കയറുന്ന സമയത്ത് ഇതേപോലെ സിറ്റ് ഔട്ട് ഞങ്ങൾ വരാന്തയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അത്യാവശ്യം ഇരുന്ന് സംസാരിക്കാനൊക്കെ. അപ്പം എൻ്റെ ഡൈൻമ ലൈഫൊക്കെ കാണുന്നവർക്ക്, സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഞാനെപ്പോൾ ചാടിക്കുന്ന സമയത്ത് ഇവിടെ ഇരുന്നിട്ടാണ് ചാടിക്കാറ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ചെരുപ്പൊക്കെ വെക്കാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റാൻഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വാങ്ങിച്ചതിന് ശേഷം ചെരുപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റാൻഡും കൂടി ഉണ്ട്. ഞങ്ങൾ ഒരു സ്റ്റാൻഡും കൂടി ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ അവിടെ നിന്ന് മാറ്റിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കിനി അകത്തേക്ക് കിടക്കാം. അകത്തേക്ക് കിടക്കുമ്പോൾ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഒരു കോർണർ സോഫയാണ് ഞങ്ങൾ ഇട്ടിട്ടുള്ളത്. സോഫ ഇത് ഞങ്ങളിപ്പോൾ പുതുതായിട്ട് മെറ്റീരിയലൊക്കെ മാറ്റി സെറ്റ് ആക്കിയിട്ടുള്ളതാണ്. ഇതാദ്യം ഇതുപോലെയല്ല, ഒരു പഴയ സോഫയായിരുന്നു. അത് ഞങ്ങളൊരു ഇതിൻ്റെ മെറ്റീരിയൽ മൊത്തമായിട്ട് മാറ്റി സോഫ ഉണ്ടാക്കുന്നിടത്ത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ പഴയ സോഫ. അപ്പോൾ അവർ പുത്തൻ സോഫ പോലെ ആക്കിയിട്ട് തന്നിട്ടുണ്ട്. ഒരു 14,500 അതിന് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അല്ല 14,500 അല്ലേ, 16,500 ഇതിന് റേറ്റ് വന്നിട്ടുള്ളത്. മെറ്റീരിയൽ ഒരു വെൽവെറ്റിനേക്കാളും കുറച്ച് കൂടുതൽ കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ തിരഞ്ഞെടുക്കാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്ത കളറും മെറ്റീരിയൽ ഇതായിരുന്നു. മെറ്റീരിയലിൻ്റെ പേരെനിക്കറിയില്ല. എന്തായാലും ഞങ്ങളെ സോഫയുടെ കുഷനൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുഷൻ എന്താ പറയുക, സ്പോഞ്ച് അല്ലേ, സ്പ്രിങ്, ഞങ്ങളുടെ ആദ്യത്തെ സോഫയുടെ സ്പ്രിങ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ സ്പ്രിങ് ഒക്കെ ഒന്ന് റെഡിയാക്കി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാലൊക്കെ മാറ്റി നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോഫ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ആ റേറ്റിന് നല്ല സൂപ്പർ ആക്കിയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ പില്ലോ ഒക്കെ നല്ല സൂപ്പർ ആക്കി തന്നിട്ടുണ്ട്. ഒരുപാടുണ്ട്, ഇത് 8 മറ്റോ ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ അത് കെട്ടി വെച്ചിട്ടാണ്. അപ്പൊ കുട്ടികളൊക്കെ ഉള്ള വീടായതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചു വരും. ഇത് മോളെ ബർത്ത്ഡേക്ക് ഞങ്ങളെടുത്ത ഫോട്ടോസാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് മാമന്റെ ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് ഞങ്ങൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ മിററിന്റെ. ആ സമയത്ത് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ നല്ല, ആ സമയത്ത് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് കേട്ടോ. ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരായിട്ടൊന്നും ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വാൾ സ്റ്റിക്കർ വാങ്ങിച്ചിട്ടുണ്ട്, മീഷോ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. കയറി വരുമ്പോൾ ഈ റൂമിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു വാൾ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഞാനൊരു ചെടി വെറുതെ സ്റ്റൈലിന് വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പൊ ഇവിടെ ഞാൻ അത്യാവശ്യം പകൽ സമയത്ത് കിടക്കാനൊക്കെ ഞങ്ങള് ഇന്ന റൂമൊന്നുമില്ല, ഇവിടെ എല്ലാവരും മാറി മാറി കിടക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ 2 പെൺകുട്ടികളായതുകൊണ്ട് പിന്നെ ഇവിടെ നിൽക്കാൻ ആൾക്കാർ കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം നിൽക്കാൻ വന്നു കഴിഞ്ഞാൽ കിടക്കുന്ന റൂമാണ്. അപ്പൊ ഇത് ചേച്ചി
ഗൾഫിലോട്ട് പോകുന്ന സമയത്ത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പെട്ടി അവിടെ വെച്ചതാണ്. അവർക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട്. അവിടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് അമ്മയുടെ മെഷീനാണ്. അമ്മ അത്യാവശ്യം ബ്ലൗസൊക്കെ അടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇത് ഒരുപാട് കാലമായില്ലേ അമ്മ? എത്ര? 10 വർഷം. 10 വർഷമായിട്ട് അമ്മ ഇതിൻ്റെ അകത്ത് തന്നെയാണ് തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ കൂട്ടുകാരി കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ അടുത്ത റൂമിലേക്ക് കിടക്കാം. അടുത്ത റൂം എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഞങ്ങളെ എൻട്രൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 ഭാഗത്തും 2 റൂമാണ് വരുന്നത്. അപ്പോൾ ഈ റൂമിലാണ് ഞാനും അമ്മയും മക്കളും കിടക്കുന്നത് കേട്ടോ. അമ്മ താഴെ ബെഡ് ഇട്ടിട്ട് കിടക്കും. ഞാനും മക്കളും ഇവിടെയാണ് കിടക്കാറ്. പിന്നെ ചേച്ചിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് കിടക്കാറ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ മാമൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് തന്നെയാണ് ഇതുപോലൊരു അലമാര ഞങ്ങൾ ഉണ്ടാക്കിപ്പിച്ചത്. ഇതിനകത്ത് 3 ഡോറാണ് വരുന്നത്. ഇത് ഞാൻ ഓപ്പൺ ആക്കുന്നില്ല. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ അഥവാ ക്ഷീണമായി വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ തലങ്കോലായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ 2 ദിവസമായി ഇതൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് കരുതുന്നു. പക്ഷെ ഇതുവരെയായിട്ട് നടന്നില്ല. അത് കഴിഞ്ഞ് ഇത് ഞങ്ങളുടെ എന്താ പറയുക ആയുധങ്ങളാണ്. ചീർപ്പ് മൊത്തം ഇത് എത്ര വൃത്തിയാക്കിയിട്ടാലും ഇത് വൃത്തിയാവില്ല കേട്ടോ. എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ മൊത്തം വാരി വലിച്ചിടും. അപ്പോൾ ഇവിടെ ഞങ്ങൾ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതൊക്കെ പോയിട്ടുണ്ട്. അത് മോള് കളിക്കുന്നതിനിടയിൽ ഓരോന്ന് പറിച്ചെടുത്ത് മൊത്തം പോയി. പിന്നെ ഞാനിത് ഇവിടെ ഒരു വാൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. മാമൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് തന്നെയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ മക്കളെ അത്യാവശ്യം ഡ്രസ്സൊക്കെ വെക്കാനായിട്ട് ഞാനിത് ഇതുപോലൊരു ചെറിയൊരു ഷെൽഫ് പോലത്തെ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ കുട്ടികളെ ടോയ്സും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ റൂമിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെയുള്ളത് ഞാനും അച്ഛനും അമ്മയും എൻ്റെ 2 മക്കളുമാണ്. അപ്പോൾ മേളിൽ ആരും കിടക്കാറൊന്നുമില്ല. ഞങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം താഴെ തന്നെ റൂമുള്ളതുകൊണ്ട് താഴെ തന്നെയാണ് കിടക്കാറ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾക്ക് മാത്രമേ മേലെ കയറാറുള്ളൂ. അത് എനിക്ക് മടിയാണെങ്കിൽ ഞാൻ അമ്മേനെ മേലെ കയറാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും മേലെ കയറ്റാറ് കേട്ടോ. എനിക്ക് അത്ര പോലും മടിയാണ്. പിന്നെ ഞങ്ങളത് ഈ ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു റൂമാണ് വരുന്നത്. ഇവിടെ ചെറിയൊരു ഇതുപോലെ ഷെൽഫ് ഇതൊരു പഴയ ഷെൽഫ് ആയതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ഷെൽഫ് ഉണ്ടാക്കുന്നിടത്ത് കൊടുത്തതിന് ശേഷം അവർ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഇതിൻ്റെ ഡോറൊക്കെ ഇതിങ്ങനെ വലിക്കുന്ന സമയത്ത് ഇതിന് മൊത്തം പോരുമായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല പുതിയ ഷെൽഫ് പോലെ ആക്കി തന്നിട്ടുണ്ട്. ഇതിന് 2500 ഇതിന് റേറ്റ് 3000 വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും 3000 നല്ല അടിപൊളിയാക്കി അവർ തന്നിട്ടുണ്ട് കേട്ടോ. സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ട് മാത്രമല്ല അവർ ഇത് ഒരുപാട് തുരുമ്പൊന്നും അല്ലേ, അങ്ങനെ പഴക്കം അടിച്ചതുപോലെ ഉണ്ടായിരുന്നു. അതെന്തായാലും അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ റൂമിലുണ്ടായ പോലെ തന്നെ ചെറിയൊരു അലമാര പോലെ ഇവിടെ ഉണ്ട്. അതിൽ അത്യാവശ്യം അച്ഛൻ്റെ കാര്യങ്ങളും ഒക്കെ വെക്കാനായിട്ടുള്ളതാണ്. പിന്നെ മോളെ ബുക്ക്, ഇത് മോളെ ഗ്ലാസ്, അങ്ങനെ അത്യാവശ്യം കാര്യങ്ങൾ വെക്കാനൊക്കെയുള്ള ചെറിയൊരു റൂമാണ്. ഇവിടെ ഞാനൊരു വാൾ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ റൂമിൽ ഇത്രയേ വിശേഷങ്ങളുള്ളൂ. പിന്നെ ഹാളിൽ നിന്ന് നേരെ വരുന്നത് കിച്ചണിലേക്കാണ്. അപ്പോൾ കിച്ചണിൽ ഞങ്ങൾ ഇവിടെ വേറെ പരിപാടികളൊന്നും ഇല്ല. ഇവിടെ അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഒരു ഡൈനിങ് ഏരിയ പോലെയാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ സൈഡിലായിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇതൊക്കെ അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാലമായിട്ട് ഇത് കേടുകൂടാതെ അമ്മ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് അത്യാവശ്യം പച്ചക്കറികളും അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് വെക്കുന്നതാണ്. ഇത് മുട്ടപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം മധുരം കുറവായതുകൊണ്ട് ആരും കഴിക്കാണ്ട് അവിടെ വെച്ചിട്ടുള്ള. പിന്നെ ഇവിടെ പ്ലേറ്റൊക്കെ വെക്കാനും അതുപോലെ ഇവിടെയായിട്ട് ഒരു ഫിഷ് ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ
ഇവിടെ ഒരു ചെറിയൊരു ഓവൻ പോലെ വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ അമ്മ അച്ഛൻ്റെ കുത്തിന് പിടിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. ആ സമയത്ത് അയ്യോ ഞാൻ ചാവാനായേ എനിക്ക് നടക്കണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് പിന്നെ അമ്മ ഉപയോഗിച്ചിട്ടുമില്ല. ഇതിങ്ങനെ കിടക്കുന്നത്. അതിന് ചെറിയ എന്തോ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാൻ അങ്ങനെ വെച്ചിട്ടാണ് ഉള്ളത്. ഇതുവരെയായിട്ടും ഉപയോഗിക്കാൻ തുടങ്ങിയില്ല. അത്രയാണ് നമ്മളെ വീട്ടിലെ വിശേഷങ്ങൾ. അത്യാവശ്യം കള്ളന്മാരൊക്കെ വന്നിട്ടാണ് പിടിക്കാനായിട്ട് ഞങ്ങളെ സേഫ്റ്റിക്ക് ഞങ്ങൾ തന്നെ വെച്ചിട്ടുള്ളൊരു CCTV ക്യാമറയാണ്. നമ്മുടെ നാട്ടിൽ ശരിക്കും CCTV ക്യാമറേൻ്റെ ആവശ്യമില്ല. ചുറ്റും CCTV ഉണ്ട്. പക്ഷേങ്കിൽ ഞങ്ങളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വെറുതെ വെച്ചിട്ട്. അപ്പം പിന്നെ ഇതിൻ്റെ അപ്പുറം വർക്ക് ഏരിയ ആണ് വരുന്നത്. വർക്ക് ഏരിയ ഇപ്പോൾ ഒരു ചെറിയ യുദ്ധക്കളം കഴിഞ്ഞതിൻ്റെ എല്ലാ കേടുപാടുകളെല്ലാം ഉണ്ട്. അതൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ വർക്ക് ഏരിയ കാണിക്കുന്നില്ല. അപ്പോൾ ഇതൊരു ഞങ്ങളെ ചെറിയൊരു സാധാരണ വീടാണ്. വീഡിയോസിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഞാൻ സാധാരണ വീഡിയോസ് എടുത്തതിന് ശേഷം പിന്നീടാണ് വോയിസ് റെക്കോർഡ് ചെയ്യാറ്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇതുപോലെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അപ്പം ഞങ്ങളുടെ ഹോം ടൂർ ഇവിടെ കഴിയാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ടാറ്റാ ബൈ, സീ യു.